ബി.ജെ.പി. വിട്ടതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി നടൻ ദേവൻ. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിലുള്ള പ്രാപ്തി സംസ്ഥാന നേതൃത്വത്തിനില്ലെന്ന് ദേവന്റെ വിമർശനം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. KSU SFI പ്രവർത്തകർ പ്രതിഷേധത്തിൽ. പാവറട്ടിയിൽ മകന്റെ ആക്രമണത്തിൽ അമ്മ കൊല്ലപ്പെട്ടു. വെങ്ങര സ്വദേശിനി ഡോളി എന്ന 68-കാരിയാണ് മരിച്ചത്. മകൻ ബെൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ബി.ജെ.പി. വിട്ടതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി നടൻ ദേവൻ. ബി.ജെ.പി. ദേശീയ നേതൃത്വത്തിലുള്ള പ്രാപ്തി സംസ്ഥാന നേതൃത്വത്തിന് ഇല്ലെന്നാണ് ദേവൻ വിമർശനമുന്നയിക്കുന്നത്. ജനങ്ങൾക്ക് തന്നെ പൂർണ്ണ വിശ്വാസമുണ്ടെന്നും ദേവൻ പറയുന്നു. 2016 NDAയിലേക്ക് ചേരാനായിട്ടുള്ളൊരു വന്നു. അതും സാധിച്ചില്ല, അതും നടന്നില്ല. നടക്കാത്തതിൻ്റെ കാരണം നമ്മുടെ കേരളത്തിലെ BJPയുടെ ആൾക്കാർക്ക് താല്പര്യമില്ലായ്മയാണത്. അത് കഴിഞ്ഞ് 2021 ഞാൻ എൻ്റെ പൊളിറ്റിക്കൽ പാർട്ടിയുടെ പേര് 4 കോൺസ്റ്റിറ്റ്യുവൻസിയിൽ മത്സരിക്കാൻ തീരുമാനിച്ചു. 2021 അസംബ്ലി ഇലക്ഷനിൽ. ആ സമയത്ത് എനിക്ക് കിട്ടിയ ചില അനുഭവങ്ങളുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കറിയാലോ, കേരളം ഇന്ന് രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദം ഉള്ള ഒരു സംസ്ഥാനമാണ് നമുക്കുള്ളത്. രാഷ്ട്രീയവൽക്കരിച്ച ഭീകരവാദം, അണ്ടർലൈൻ ദിസ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഭീകരവാദം ഇവിടെ രാഷ്ട്രീയവൽക്കരിച്ചിരിക്കുന്നു. അപ്പോൾ അത് കേരളത്തിന് അപകടമാണ്, നമ്മുടെ രാജ്യത്തിന് അപകടമാണെന്നുള്ള ഒരു ചിന്ത എൻ്റെ വന്നു. അതിൻ്റെ പേരിലാണ് ഞാൻ അപ്പോൾ ഒരു നാഷണൽ പാർട്ടിയിൽ ചേർന്നിട്ട് അവർക്കെതിരായിട്ട് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു ഐഡിയ. നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അത്രയും ശക്തരാണ് അവർ. സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ പങ്കെടുക്കാത്ത വിദ്യാർത്ഥികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്ന മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. സ്കൂളിലേക്ക് SFI പ്രവർത്തകർ മാർച്ച് നടത്തി. സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂളിലേക്ക് മാർച്ച് നടത്തി. സ്കൂളിലെ സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാത്ത കുട്ടികൾ പാകിസ്ഥാനിലേക്ക് പോകണമെന്നായിരുന്നു സ്കൂൾ ഉടമ ഡോക്ടർ രാജു ഡേവിസ് രക്ഷിതാക്കളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ അയച്ച ശബ്ദ സന്ദേശത്തിലെ പരാമർശം പുറത്തു വന്നതിന് പിന്നാലെ രക്ഷിതാക്കളും നാട്ടുകാർക്കുമിടയിൽ വ്യാപക പ്രതിഷേധമുയർന്നിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് SFI മാള ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെ സ്കൂളിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. ഡോക്ടർ രാജു ഡേവിസിനെതിരെ കേസെടുക്കണമെന്നും വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. SFI ജില്ലാ വൈസ് പ്രസിഡന്റ് PA അശ്വിൻ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്നലത്തെ ദിവസം ഈ സ്കൂളിനകത്ത് വരാത്ത കുട്ടികളോട് ഒന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കളെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നിങ്ങളെല്ലാം പാകിസ്ഥാനിലേക്ക് പോകാൻ ഈ സ്കൂളിന്റെ മാനേജ്മെന്റ് കുട്ടികളോട് പറയാണ്. 8ഉം 10ഉം ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുകയാണ്. ഒരു സൈനിക സ്കൂളാണ്. ആ സ്കൂളിൽ ദിനത്തിൽ ഒരു പരിപാടി വെക്കുമ്പോൾ ആ പരിപാടിക്കകത്ത് കുട്ടികൾ വന്നില്ല എന്നതിൻ്റെ മാനസികാവസ്ഥ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. പക്ഷേ ആ കുട്ടികളോട് പാകിസ്ഥാനിലേക്ക് പോകാൻ പറയുന്ന മാനസികാവസ്ഥ ഒരു കാരണവശാലും ഞങ്ങൾക്കത് മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ സാധിക്കില്ല. കാരണം ഈ ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് ഡോക്ടർ രാജുവിന്റെ തന്തയുടെ വകയൊന്നുമല്ല. ഈ ഇന്ത്യ മഹാരാജ്യം ഞങ്ങളുടേത് കൂടിയാണെന്ന് ഇയാളെ വീണ്ടും SFI ഓർമ്മിപ്പിക്കുകയാണ്. CR അഭിജിത്ത് അധ്യക്ഷത വഹിച്ചു. CPIM ഏരിയ സെക്രട്ടറി TK സന്തോഷ്, മുഹമ്മദ് നിഹാൽ, KS അനുപ്രിയ, അനന്തു, ഷാജി എന്നിവർ സംസാരിച്ചു. വിവാദ പരാമർശത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം വരും ദിവസങ്ങളിലും ശക്തമാക്കുമെന്ന് SFI നേതാക്കൾ അറിയിച്ചു. മീഡിയ ടൈം, മാള. മാളയിൽ സ്കൂൾ ഉടമ രാജു ഡേവിസിനെതിരായി പ്രതിഷേധം ശക്തമാകുന്നു. രാജു ഡേവിസിന്റെ വീടിന് മുന്നിലേക്ക് KSU പ്രതിഷേധ മാർച്ച്.
പോലീസ് മാർച്ച് തടഞ്ഞതോടെ കനത്ത മഴയിലും വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രവർത്തകരുടെ പ്രതിഷേധം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ഉടമ രാജു ഡേവിസിന്റെ വീടിന് മുന്നിൽ KSU പ്രതിഷേധ മാർച്ച് നടത്തി. മാർച്ച് പോലീസ് തടഞ്ഞതോടെ KSU പ്രവർത്തകർ വീടിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കനത്ത മഴ പെയ്തിട്ടും സമരം അവസാനിപ്പിക്കാതെ പ്രവർത്തകർ പ്രതിഷേധം തുടരുകയായിരുന്നു. സ്കൂളുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് KSUവിന്റെ പ്രതിഷേധം. രാജു ഡേവിസിന്റെ വീടിന് മുന്നിലെ സമരം കൂടുതൽ ശക്തമാക്കുമെന്നും പ്രതിഷേധം സ്കൂളിന് മുന്നിലേക്ക് വ്യാപിപ്പിക്കുമെന്നും KSU നേതൃത്വം അറിയിച്ചു. കഴിഞ്ഞ ദിവസം സ്വാതന്ത്ര്യ ദിനത്തിൽ അവിടുത്തെ വിദ്യാർത്ഥികൾ ആ ദിവസം പങ്കെടുക്കാതിരുന്ന വിദ്യാർത്ഥികളിൽ രാജ്യം വിട്ട് പാകിസ്ഥാനിലേക്ക് പോകണമെന്നുള്ള വിദ്വേഷം കലർന്ന രീതിയിലുള്ള വിദ്വേഷം ഉളവാക്കുന്ന രീതിയിലുള്ള പ്രസ്താവന ഇറക്കിയ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന് KSU ഇവിടെ മാർച്ചുമായി വന്നിരിക്കുന്നത്. ഞങ്ങളിവിടെ ഉപരോധിക്കുവാൻ, അദ്ദേഹത്തിൻ്റെ വീട് ഉപരോധിക്കുവാൻ, അതുമാത്രമല്ല അദ്ദേഹത്തെ ഇവിടെ നിന്ന് യാതൊരു വിധത്തിലും മറ്റൊരു പ്രവൃത്തികളിലേക്കും കടത്തിവിടാത്ത രീതിയിൽ ഞങ്ങൾ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഓർമ്മിപ്പിക്കാനുള്ളത്. കേവലം കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലും ഇവിടെ നമ്മുടെ ദേശത്തെ വിദ്യാർത്ഥികളെ മൊത്തം ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള വലിയൊരു പ്രശ്നത്തിനാണ് അദ്ദേഹം ഇപ്പോൾ ഒരു പ്രസ്താവനയുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. വരുന്ന ദിവസങ്ങളിലും ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് KSU നേതാക്കൾ വ്യക്തമാക്കി. മീഡിയ ടൈം, മാള. തൃശൂർ പാവറട്ടിയിൽ മകന്റെ ആക്രമണത്തിൽ അമ്മ കൊല്ലപ്പെട്ടു. വെങ്ങര സ്വദേശിനി ഡോളി എന്ന 68-കാരിയാണ് മരിച്ചത്. സംഭവത്തിൽ മകൻ ബൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇന്ന് രാവിലെ 10:30-യോടെയാണ് പാവറട്ടിയെ നടുക്കിയ സംഭവം നടന്നത്. വെങ്ങര സ്വദേശിനിയായ ഡോളി വീടിനുള്ളിൽ വെച്ച മകൻ ബൻഹറിന്റെ ആക്രമണത്തിന് ഇരയാകുകയായിരുന്നു. ആക്രമണത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ഡോളിയെ ഉടൻ തന്നെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തെ തുടർന്ന് മകൻ ബൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കൊലപാതകത്തിന് പിന്നിലെ കാരണമെന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. സംഭവത്തിൽ പാവറട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മീഡിയ ടൈം, തൃശൂർ. ബൈക്കിന്റെ സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ 2 യുവാക്കളെ ആക്രമിച്ച കേസിൽ 4 പേർ അറസ്റ്റിൽ. കല്ലും ഹെൽമറ്റും വടിയും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. കൊരട്ടി പോലീസാണ് പ്രതികളെ പിടികൂടിയത്. ബൈക്ക് സൈലൻസറിന്റെ അമിത ശബ്ദം ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് 2 യുവാക്കളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലാണ് 4 പേർ അറസ്റ്റിലായത്. മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറം സ്വദേശി സുജിത്ത്, ചാലക്കുടി വിയാർപുരം സ്വദേശി അഞ്ചൽ, മുരിങ്ങൂർ തെക്കുമുറി കട്ടപ്പുറം സ്വദേശി എബിൻ, കാതിക്കുടം സ്വദേശി അതുൽ കൃഷ്ണ എന്നിവരെയാണ് കൊരട്ടി പോലീസ് അറസ്റ്റ് ചെയ്തത്. കല്ല്, ഹെൽമറ്റ്, വടി എന്നിവ ഉപയോഗിച്ചായിരുന്നു യുവാക്കളെ ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. 2026 ഓഗസ്റ്റ് 16 രാത്രി 11-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. അറസ്റ്റിലായ സുജിത്ത് സ്റ്റേഷൻ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളും നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയുമാണെന്ന് പോലീസ് അറിയിച്ചു. നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രതികളെ കോടതിയിൽ ഹാജരാക്കും. കൊരട്ടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ SHO ഹബീബുള്ള, SI-മാരായ ബസന്ത്, സുമേഷ്, ASI-മാരായ ജോഷി, ജോയ്, CPO ഷാജി എന്നിവരടങ്ങിയ സംഘമാണ് അന്വേഷണം നടത്തിയത്. മീഡിയ ടൈം, കൊരട്ടി. പോലീസ് ജോലിയുടെ തിരക്കുകൾക്കിടയിലും കൃഷിയെ കൈവിടാതെ 2 പോലീസ് ഉദ്യോഗസ്ഥർ. നെൽകൃഷിയും കപ്പയും പൊട്ടുവെള്ളരിയും വിജയകരമായി കൃഷി ചെയ്ത വിബീഷും ഷനിലും ഇത്തവണ ഒരുക്കിയത് 2000 ചെണ്ടുമല്ലി തൈകളുടെ പൂക്കൃഷി. മികച്ച വിളവോടെ ഇവരുടെ തോട്ടത്തിൽ പൂവസന്തം തീർത്തിരിക്കുകയാണ്. യൂണിഫോമിന്റെ തിരക്കുകൾക്കിടയിലും മണ്ണിനോടുള്ള ഇഷ്ടം കൈവിടാത്ത 2 പോലീസ് ഉദ്യോഗസ്ഥർ. പുല്ലൂറ്റ് സ്വദേശികളായ വിബീഷും ഷനിലും വർഷങ്ങളായി ഒഴിവു സമയങ്ങൾ കൃഷിക്കായി മാറ്റിവെക്കുന്നവരാണ്. മുൻവർഷങ്ങളിൽ നെൽകൃഷിയും കപ്പയും പൊട്ടുവെള്ളരിയുമൊക്കെ വിജയകരമായി കൃഷി ചെയ്ത ഇരുവരും ഇത്തവണ പരീക്ഷണാടിസ്ഥാനത്തിലാണ് ചെണ്ടുമല്ലി കൃഷിയിലേക്ക് തിരിഞ്ഞത്. പുല്ലൂറ്റ് PWD കോളനിയോട് ചേർന്ന സ്ഥലത്ത് 2000 ചെണ്ടുമല്ലി തൈകളാണ് നട്ടത്. കൃത്യമായി അടിവള പ്രയോഗവും പരിചരണവും നൽകിയതോടെ തോട്ടം പൂത്തുലഞ്ഞു. പ്രതീക്ഷിച്ചതുപോലെ 100 മേനി വിളവും ലഭിച്ചു. അത്തം നാൾ മുതൽ തോട്ടത്തിൽ തന്നെ പൂക്കളുടെ വിൽപ്പനയും ആരംഭിച്ചു. പുല്ലൂറ്റ് സ്വദേശിയായ വിബീഷ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലും ഷനിൽ മതിലകം പോലീസ് സ്റ്റേഷനിലുമാണ് ജോലി ചെയ്യുന്നത്. ജോലി തിരക്കുകൾക്കിടയിലും കൃഷിയോടുള്ള ഇഷ്ടം കാത്തുസൂക്ഷിക്കുന്ന ഇവരുടെ ചെണ്ടുമല്ലിത്തോട്ടം നാട്ടിലും ശ്രദ്ധ നേടുകയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. ഓണാഘോഷത്തിന്റെ സന്തോഷം ഇരട്ടിയാക്കാൻ വമ്പൻ ഓഫറുകളുമായി
MCP സൂപ്പർ മാർക്കറ്റ്. ഓണം സ്പെഷ്യൽ ഉപ്പേരിമേളയും പായസ ബുക്കിംഗും പഴം പച്ചക്കറി ചന്തയും ഉൾപ്പെടെ നിരവധി ഓഫറുകളാണ് അഷ്ടമിച്ചിറ MCP സൂപ്പർ മാർക്കറ്റ് ഒരുക്കിയിരിക്കുന്നത്. ഓണനാളുകളിൽ വീട്ടാവശ്യ സാധനങ്ങൾ മിതമായ വിലയിൽ സ്വന്തമാക്കാൻ അവസരമൊരുക്കുകയാണ് അഷ്ടമിച്ചിറ MCP സൂപ്പർ മാർക്കറ്റ്. ശുദ്ധമായ വെളിച്ചെണ്ണയിൽ തയ്യാറാക്കിയ വിവിധതരം ഓണം സ്പെഷ്യൽ ഉപ്പേരി വിഭവങ്ങളുടെ മേള ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മിതമായ വിലയിലാണ് ഉപ്പേരി വിഭവങ്ങൾ ലഭ്യമാക്കുന്നത്. MCPയിൽ നിന്ന് 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് 2 രൂപയ്ക്ക് ടേസ്റ്റി നിബിൾസ് പായസം മിക്സും 1 കിലോ പഞ്ചസാരയും സ്വന്തമാക്കാം. 4000 രൂപയുടെ പർച്ചേസിന് 2 രൂപയ്ക്ക് പായസം മിക്സും 2 കിലോ പഞ്ചസാരയും 2 രൂപയ്ക്ക് 100 ഗ്രാം ബ്രാഹ്മിൺ സാമ്പാർ പൊടിയും 100 ഗ്രാം KT ചിക്കൻ മസാലയും ലഭിക്കും. മൂലം, പൂരാടം, ഉത്രാടം ദിവസങ്ങളിൽ വമ്പിച്ച വിലക്കുറവിൽ സ്പെഷ്യൽ പഴം പച്ചക്കറി ചന്തയും ഒരുക്കിയിട്ടുണ്ട്. എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിലും പഴം പച്ചക്കറികൾക്ക് പ്രത്യേക ഓഫറുകളും ലഭ്യമാണ്. ഇതിനു പുറമെ ഇരിങ്ങാലക്കുട സ്വാമീസിന്റെ മധുരമൂറുന്ന ഓണപ്പായസത്തിന്റെ ബുക്കിംഗും ആരംഭിച്ചു. പാലട പായസം 260 രൂപയ്ക്കും പരിപ്പ് പായസം 280 രൂപയ്ക്കുമാണ് ലഭ്യമാക്കുന്നത്. ഓണസദ്യയുടെ രുചിക്കൂട്ടുകൾ ഒരുക്കാൻ ആവശ്യമായ ഉപ്പേരിയും പായസം വീട്ടിലെത്തിക്കാനുള്ള ഒരുക്കങ്ങൾ ഇപ്പോൾ തന്നെ നടത്താം. കൂടുതൽ ഓഫറുകൾക്കും ബുക്കിങ്ങിനുമായി അഷ്ടമിച്ചിറ MCP സൂപ്പർ മാർക്കറ്റ് സന്ദർശിക്കാം. എല്ലാവർക്കും നമസ്കാരം. MCP സൂപ്പർ മാർക്കറ്റ് അഷ്ടമിച്ചിറയുടെ ഓണം ഓഫറുകൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇത്തവണ വൈഡ് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഓണത്തിനായിട്ട് എല്ലാ സാധനങ്ങൾക്കും വമ്പിച്ച വില കുറവാണ്. ഗുണമേന്മയിലെ MCPയിലെ സാധനങ്ങൾ ഏറ്റവും സൂപ്പർ. അതിതീര വെളിച്ചെണ്ണ 224 രൂപയുള്ളൂ. കേര വെളിച്ചെണ്ണ 299 MRPയിലെ ഐറ്റം വെറും 279 രൂപ. അതേപോലെ എല്ലാ സാധനങ്ങൾക്കും ഓഫറാണ്. 250-ൽ പരം സാധനങ്ങൾക്ക് ഇവിടെ ഓഫറുണ്ട്. ഇത്രയ്ക്കും നല്ലൊരു ഓഫർ ഇവിടെ ഈ അഷ്ടമിച്ചിറ ഒരു സ്ഥലത്ത് പോലും കൊടുക്കുന്നില്ല. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അതിനു പുറമെ എല്ലാവരും MCP സൂപ്പർ മാർക്കറ്റ് അഷ്ടമിച്ചിറ സന്ദർശിക്കുക. ഇവിടുത്തെ ഓഫറുകൾ അത്ര ആകർഷണീയമാണ്. വരൂ, വാങ്ങൂ, ഞങ്ങളോടൊപ്പം ഓണത്തിൽ പങ്കുചേരും. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. മാളയിൽ വാഹന പരിപാലന രംഗത്ത് പുതിയ ചുവടുവെപ്പുമായി കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ പ്രവർത്തനം ആരംഭിച്ചു. ഗംഗാ മൂവീസിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. വർഷങ്ങളായി മാളയിലെ കാർ കെയർ സർവീസ് രംഗത്ത് പ്രവർത്തിക്കുന്ന കാർ കെയർ സെന്ററിന്റെ പുതിയ സംരംഭമായ കാർ കെയർ ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോ ആണ് പ്രവർത്തനം ആരംഭിച്ചത്. മാള ഗംഗാ മൂവീസിന് സമീപം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം യുവജനക്ഷേമ മന്ത്രി അഡ്വക്കേറ്റ് OJ ജനീഷ് നിർവഹിച്ചു. കാറുകളുടെ സംരക്ഷണത്തിനും സൗന്ദര്യ പരിപാലനത്തിനുമായി അത്യാധുനിക സേവനങ്ങളാണ് ഡീറ്റെയിലിംഗ് സ്റ്റുഡിയോയിൽ ഒരുക്കിയിരിക്കുന്നത്. ഗ്രാഫൈൻ കോട്ടിംഗ്, PPF, സെറാമിക് വാഷ്, അണ്ടർബോഡി കോട്ടിംഗ്, ഹെഡ്ലൈറ്റ് റീസ്റ്റോറേഷൻ, സ്റ്റീം വാഷ്, സെറാമിക് കോട്ടിംഗ്, റീസ്റ്റോറേഷൻ വർക്ക് എന്നിവയ്ക്ക് പുറമെ എക്സ്റ്റീരിയൽ വാഷ്, ഇന്റീരിയൽ ഡീപ്പ് ക്ലീനിംഗ്, പോളിഷിംഗ്, എൻജിൻ ക്ലീനിംഗ് തുടങ്ങിയ സേവനങ്ങളും ഇവിടെ ലഭ്യമാണ്. ആധുനിക സാങ്കേതിക വിദ്യയും പരിചയസമ്പന്നരായ ജീവനക്കാരുടെ സേവനവും ഒരിടത്ത് ലഭ്യമാക്കുകയാണ് സ്ഥാപനത്തിന്റെ ലക്ഷ്യം. വാഹനങ്ങളുടെ വൃത്തിയും ഭംഗിയും നിലനിർത്തുന്നതിനൊപ്പം ദീർഘകാല പരിപാലനത്തിന് ആവശ്യമായ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുമെന്ന രീതിയിലാണ് സ്ഥാപനം സജ്ജീകരിച്ചിരിക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ കാർ കെയർ സെന്റർ മാനേജ്മെന്റ്, ജീവനക്കാർ, നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു. ബിസിനസ് ഡെസ്ക്, മീഡിയ ടൈം. വാർത്തകൾ ഒറ്റനോട്ടത്തിൽ.
ചാലക്കുടി നഗരസഭയുടെയും പൗരാവലിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ലോഹിതദാസ് അനുസ്മരണം സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ആലിസ് ഷിബു അധ്യക്ഷത വഹിച്ചു. സംവിധായകൻ സിബി മലയിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. തിരക്കഥാകൃത്ത് ബാഹുൽ രമേശിന് ഈ വർഷത്തെ ലോഹിതദാസ് പുരസ്കാരം നൽകി ആദരിച്ചു. സംവിധായകൻ ജോസ് തോമസ് മുഖ്യാതിഥിയായി. നഗരസഭാ വൈസ് ചെയർമാൻ KV പോൾ, പ്രതിപക്ഷ പാർട്ടി ലീഡർ ജിൽ ആന്റണി, സുന്ദർദാസ്, KA ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പൂവത്തുശ്ശേരി പാലുപ്പുഴ ചേന്നാമ്പുരം വാമന ക്ഷേത്രത്തിൽ 1 മാസം നീണ്ടുനിന്ന രാമായണ മാസാചാരണത്തിന് വിശേഷാൽ ഭഗവതി സേവയോടെ സമാപനമായി. ക്ഷേത്ര മേൽശാന്തിമാരായ അഡ്വക്കേറ്റ് OD ബാലചന്ദ്രനും ശ്രീഹരി ബാലചന്ദ്രനും പൂജകൾക്ക് കാർമ്മികത്വം വഹിച്ചു. സമിതി പ്രസിഡന്റ് ഉണ്ണികൃഷ്ണ വാര്യർ, മനോഹരൻ, രഞ്ജീവ്, രാജീവ്, രമ, രാജേശ്വരി, ഷാബു, മാധവൻ, ലെന തുടങ്ങിയവർ നേതൃത്വം നൽകി. കൃഷ്ണ, ഗീത, ഓമന, ഉഷ, സാവിത്രി എന്നിവരുടെ നേതൃത്വത്തിൽ നടന്നുവന്ന രാമായണ പാരായണത്തിനും ഇതോടെ സമാപനമായി. മാള സോഷ്യൽ ഫോറം സെന്റർ ഫോർ സോഷ്യൽ ചേഞ്ചസിന്റെ വാർഷികവും ഓണാഘോഷവും ആദരവും അനുമോദനവും സംഘടിപ്പിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് ഉദ്ഘാടനം ചെയ്തു. മാള സോഷ്യൽ ഫോറം പ്രസിഡന്റ് ഷാൻഡി ജോസഫ് തട്ടകത്ത് അധ്യക്ഷത വഹിച്ചു. നജീബ് ഹിജാമി, ജോഷി കാഞ്ഞൂത്തറ, നിധ ജോഷി, മണി ചിത്രശാല, KC വർഗീസ്, രേഖ ഷാൻഡി തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. BJP വിട്ടതിന് പിന്നാലെ നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തി നടൻ ദേവൻ. BJP ദേശീയ നേതൃത്വത്തിലുള്ള പ്രാപ്തി സംസ്ഥാന നേതൃത്വത്തിനില്ലെന്ന് ദേവന്റെ വിമർശനം. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ ആൻഡ് സൈനിക് സ്കൂൾ ഉടമയുടെ വിവാദ പരാമർശത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. KSU SFI പ്രവർത്തകർ പ്രതിഷേധത്തിൽ. പാവറട്ടിയിൽ മകന്റെ ആക്രമണത്തിൽ അമ്മ കൊല്ലപ്പെട്ടു. വെങ്ങര സ്വദേശിനി ഡോളി എന്ന 68-കാരിയാണ് മരിച്ചത്. മകൻ ബെൻഹറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.